SF-ന്റെ മുദ്രാവാക്യം ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും പിന്നെ ഈ ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. കാണികൾ വളരെ സപ്പോർട്ട്, കളിക്കുന്നവർക്ക് സപ്പോർട്ടുണ്ട്, പിന്നെ ഇതുണ്ട്. അതുകൂടാതെ പിന്നെ നല്ല നല്ല റെഫറിങ്, ടൈറ്റ് കളിയായിരുന്നു. 3-1 ഗോളെങ്കിലും ടൈറ്റ് കളിയായിരുന്നു. പിന്നെ ഈ സീസണിൽ ഫസ്റ്റ് കളിയാണ് രണ്ട് ടീമിൻ്റെയും. പിന്നെ ഞങ്ങളത് ഒന്നാമത് ഫോറിനേഴ്സ് വരാനുണ്ട്. ഇപ്പം ഏകദേശം സൈൻ ചെയ്ത പ്ലേയേഴ്സായിട്ട് വന്നതാണ്. പിന്നെ നല്ലൊരു മത്സരം കാഴ്ചവെച്ചു. കാണികൾ പൈസ ഈ 3-1 ആയിട്ട് പോലും ഒരൊറ്റ കാണികൾ എണീച്ചിട്ടില്ല എന്നുള്ള ആണ് ഇന്ന് ഞാൻ കണ്ട ഒരു ഇത്. കാരണം കളി ബോറാണെങ്കിൽ എന്തായാലും കാണികൾ എണീക്കും. വിദേശ താരങ്ങൾ ഗോഡിയന് കഴിഞ്ഞ 8 വർഷമായിട്ട് കേരള സെവൻസിലില്ലാന്ന് ഇത്. ഗോഡിയന് 8 വർഷമായിട്ട് കേരള സെവൻസിൽ ഏറ്റവും പിന്നെ ഒരു ഉന്നതി നിൽക്കുന്ന സ്റ്റോപ്പറാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് പിന്നെ ഖത്തർ വേൾഡ് കപ്പിന്റെ വളണ്ടിയറായിട്ട് പോയോണ്ട് വരാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഫാമിലിയായിട്ട് തന്നെ യൂറോപ്പിലായിരുന്നു. പിന്നെ ഈ സീസണിൽ വന്ന് ഇന്നിപ്പോൾ 3-ാമത്തെ കളിയാണ് കളിക്കുന്നത്. ഒരു പ്രാക്ടീസ് മാച്ച് വരെ 2 കളി മാത്രമേ കളിക്കാൻ കഴിഞ്ഞിട്ടു. പക്ഷേ പിന്നെ ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായിട്ട് കളി വിജയിക്കുന്നതിൽ ഗോഡ്വിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, പിന്നെ അസനി തീർച്ചയായിട്ടും അറിയാം എന്തെങ്കിലും കളിൻ്റെ ഒരു. Oh, the match was very exciting. Hello. And I think my boys are very good, and the game was very good. The opponent was very tough, but we managed to win the game, so we are very happy. ഒരെണ്ണ വിളിക്കാൻ പറ. Oh, referee is perfect. അന്ന നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു റിഫു. Yeah, so really. Okay.